ഓയ് ജെനി, ഏയ് തനിക്കെന്നെ മനസ്സിലായോളൂ? അതെന്ത് ചോദ്യ സഞ്ജു, ഞാൻ നിന്നെ എങ്ങനെ മറക്കാനാ? ഹാവൂ, ആശ്വാസമായി. അമ്മ പറഞ്ഞായിരുന്നു നീ വന്നിട്ടുണ്ടെന്ന്. ഞാൻ NSS കോളേജിലാണ് പഠിക്കുന്നത്. പോയി വരാൻ ദൂരമായതുകൊണ്ട് അവിടെ അടുത്തൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞ് ഒരു 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അതാ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ എന്തൊക്കെ ഉണ്ടോ? തനിക്ക് സുഖമല്ലേ? സുഖം. നിനക്കോ? എനിക്കെന്താ, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ തന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നടോ. ഞാനും. താനെന്തായാലും ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ കാണില്ലേ? അതെ, ഞാനിവിടെ സെന്റ് ജോൺസ് കോളേജിൽ ബികോമിന് ചേർന്നു. അടിപൊളി. ഞാനും ബികോമിന് തന്നെയാടോ. ആണോ? വാട്ട് എ കോയിൻസിഡൻസ്. അതെ നീ, അത് പിന്നെ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പല കാര്യത്തിലും നമ്മുടെ ടേസ്റ്റ് സിമിലർ ആയിരുന്നു അല്ലേ? അതെ. അല്ല, അത് ജിത്തു അല്ലേ പോയെ? അവൻ പണ്ടത്തെ പോലെയല്ല, ആളാകെ മാറിപ്പോയി. എന്നോട് മിണ്ടാറേയില്ല. അതേ നീ ഇവിടുന്ന് പോയില്ലേ, അന്ന് തൊട്ട് അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. എന്താ കാര്യമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. പലപ്പോഴായി ഞാൻ വാണ്ടഡായിട്ട് അങ്ങോട്ട് പോയി മിണ്ടാൻ നോക്കി. നോ രക്ഷ. എന്നെ കാണുന്നത് തന്നെ അവന് ഭയങ്കര ദേഷ്യമാണ്. എനിക്കത് മനസ്സിലായി. പിന്നെ എനിക്കായിട്ട് മാത്രം എന്തിനാന്ന് വെച്ച് ഞാനും മുഖം കൊടുക്കാറില്ല. എന്നാ പിന്നെ ഞാൻ പോകുക ജെനി, നമുക്ക് കാണാട്ടോ. ഓക്കേടാ. ആ, നീ വന്നോ? ആ, ഇവനിതെന്തു പറ്റി? ആർക്കറിയാം. ഓരോ സമയവും ഓരോ സ്വഭാവമല്ലേ. നല്ല കലിപ്പിലാണ്. സോ ആ ഏരിയയിലോട്ട് പോകണ്ട, അതാ സേഫ്. ആ സഞ്ജുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താ ഒരു സന്തോഷം. എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അത് പിന്നെ പണ്ടും അവൾക്ക് വലുത് അവൻ തന്നെ ആയിരുന്നല്ലോ. ശിവ, സഞ്ജു ഇല്ലേ? ഏത് സഞ്ജു? എൻ്റെ ക്ലാസ്സിലുള്ള സഞ്ജു, ദേ ആ വീട്ടിലുള്ള. ഓ, ആ സഞ്ജു. ആ സഞ്ജു തന്നെ. അവൻ്റെ കൂടെ ഇരിക്കുന്ന മനു, അവന്
ഉപദ്രവിക്കുന്നത്രേ. അതുകൊണ്ട് ടീച്ചർ അവനെ എൻ്റെ അടുത്തേക്ക് ഇരുത്തി. ഇനി അങ്ങോട്ട് സഞ്ജു എൻ്റെ കൂടെ ഇരുന്നാ മതിയെന്നാ ടീച്ചർ പറഞ്ഞത്. ശിവ, പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ എന്താന്ന് നീ കേട്ടോ? ഇല്ല, എന്താ? ആ, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ വേറെ ഒന്നും ആലോചിച്ച് നിൽക്ക. ഞാൻ പോണു. ഏയ് ജെനി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ. അങ്ങനെയല്ല ജെനി, സോറി. നീ പറ, ഞാൻ കേൾക്കാം. ഇത് നോക്കി, ഇത് സഞ്ജു തന്നെയാ. അവനും എന്നെ പോലെ തന്നെയാ ശിവ. അവനും ഈ സ്ട്രോബെറി മിഠായി ഇല്ലേ, ഭയങ്കര ഇഷ്ടാണത്രേ. നാളെ വരുമ്പോ കുറെ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ. ഏയ് ശിവ, മുട്ടായി താ ശിവ. ഇല്ല, എനിക്കിത് വേണം. അതിന് നിനക്കിത് ഇഷ്ടമല്ലല്ലോ ശിവ. അത് നേരത്തെ അല്ലേ. ഇനി മുതൽ എനിക്കിത് ഇഷ്ടമാണ്. ജനിമോളെ, ഈ താറാവ് കറി ദേവുവിന്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് വന്നേ. എനിക്കൊന്നും വയ്യ, മമ്മി കൊണ്ട് കൊടുക്ക്. ദേ പെണ്ണെ, പറയുന്നേ അങ്ങോട്ട് കേട്ടാ മതി. കൊണ്ട് കൊടുത്തിട്ട് വന്നേ. നിനക്കല്ലേ എന്റെ താറാവ് കറി പിടിക്കാത്ത, പക്ഷേ ജിത്തുമോൻ അങ്ങനെയല്ല. ഇത് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് പോയി കൊടുത്തിട്ട് വാ. ചെല്ലു. ഓ, എങ്കിൽ പിന്നെ മമ്മി തന്നെ കൊണ്ട് കൊടുക്ക്. ജെനി, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. നീ പറയുന്ന കേട്ടെ. മമ്മി, എനിക്ക് വയ്യ, ഒന്ന് പോയേ. ഓ, അങ്ങനെയാണെങ്കിൽ നീ പോയ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകു. എന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടേക്ക്. അപ്പോഴേക്കും അങ്ങ് സീരിയസ് ആയോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇങ്ങെടുക്ക്, ഞാൻ കൊണ്ട് കൊടുത്തേക്കാം. മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അപ്പം പറയായിരുന്നു, എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്ക് അവരെത്ര വലുതായിരുന്നു, എന്തുമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. ആ ജെനിമോളെ, നീ ഇതെപ്പോ വന്നു? അല്ല, ഇതെന്താ കയ്യില്? അത് ദേവു താറാവ് കറിയാ, മമ്മി തന്നുവിട്ടതാ. ഓ, ആനി സ്പെഷ്യൽ താറാവ് കറിയാണല്ലേ. ഇതിന്റെ ബിഗ് ഫാനല്ലേ ദേ ഇരിക്കുന്നത്.
ദേവു, എന്നാ ഞാൻ പോവുക. അതെന്ത് പോക്കാ ജിനി? നീ ഇപ്പം ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു പോകാം. അത് പിന്നെ ദേവു, എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, അതാ. അങ്ങനെയാണോ? എങ്കിൽ പോക്കോ. ഡാ, നിനക്കൊന്നും കഴിക്കാൻ വേണ്ടേ? ജിത്തു, എന്താടാ നിനക്ക് പറ്റിയേ? വന്നപ്പോ തൊട്ട് ഒരുമാതിരി ഇരിക്കുവാണല്ലോ, എന്താ? ഏയ് ഒന്നുമില്ല മമ്മി. അത് പിന്നെ കണ്ടാലേ അറിയാലോ. അതൊക്കെ പോട്ടെ, നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ. ദേ ആനി താറാവ് കറി കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് മതി, ഞാൻ റൂമിൽ പോവാം. ഇവനിതെന്ത് പറ്റി? ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. നീ പുല്ലേ, വീക്കെൻഡ് അല്ലേ, വീട്ടിലേക്ക് വരുന്നോ? മമ്മി കുറെ ആയി നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയുന്നു. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ആന്റിയുടെ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുത്തേക്കാം. 2 ദിവസത്തേക്ക് ഹോസ്റ്റലില് ഊള ഫുഡിന് വിടാം. നീ വണ്ടി എടുക്ക്. അല്ല, ഇതാര്? സേറമോളോ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. ദേവു, ഐ മിസ് യു. ഇവനോട് എത്ര ദിവസമായി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നറിയാമോ? അതുകൊണ്ടാണല്ലോ ഞാനിങ്ങ് വന്നേ. രണ്ടുപേരുടെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് അകത്തേക്ക് വിടും പ്ലീസ്. കഴിഞ്ഞില്ല. എന്തേ? എന്റെ സേറ, നീ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണിച്ചു പോയെന്നോ? അതും ഇവള്. അയ്യോ, ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ആരുമില്ല, അതുകൊണ്ട് നീ തന്നെ നിന്ന് ചിരിച്ചോ. അല്ല പിന്നെ ഇനി ഇവിടെ നിന്നാ രണ്ടും കൂടി ഊക്കിവിടും. സോ എസ്കേപ്പ്. നീ പോകുവാണോ? അല്ല, ഓടി.
ആഹാ, നീ ഇവിടെ നിൽക്കുവാണോ? ദാ എന്റെ പൊന്നു ജിത്തു, നിനക്ക് എന്താടാ ഇത്ര ആലോചിക്കാനുള്ള? ഇതിനൊരു അവസാനമില്ലേ? പോടി. ഇപ്പൊ പോണില്ല. എന്തേ? മോനെ ജിത്തൂട്ടാ, ഈ ചായ അങ്ങോട്ട് പിടിച്ചേ. ആനി തന്നുവിട്ടതാ. അല്ല, അത് ജെനിയല്ലേ? ഉം. അതേതാ കൂടൊരു പയ്യൻ? അല്ല ജിത്തു, ജെനി ഗേൾസ് കോളേജിലല്ലേ പഠിക്കുന്നേ? പിന്നിതാരാ? ഇനി ബോയ് ഫ്രണ്ട് ആകോ? അല്ല ജിത്തു, നിനക്കെന്താ തോന്നേ? ജിത്തു, ജിത്തു, എന്താടാ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നീ ഇപ്പോ? സേറ, നീ താഴത്തേക്ക് പോക്കൂ, ഞാൻ വരാം. ജിത്തു, പോ സേറ. Tom, what on earth? Another bag? ആർ യു ഓക്കെ ബേബി? ആം ഓക്കെ. എന്നാ പറ മോനെ ജിത്തൂട്ടാ, എന്തായിരുന്നു ആ പെട്ടെന്നുണ്ടായ പൊട്ടിത്തെറിക്ക് റീസൺ? ജിനിയും ആ പയ്യനും വരുന്നവരെ നീ ഓക്കെ ആയിരുന്നു. സോ നീ ദേഷ്യപ്പെട്ടതിന്റെ റീസൺ അവർ തന്നെയാ. ശരിക്കും നിനക്കും ജനിക്കും ഇടയിൽ എന്താ സംഭവിച്ചേ? നിങ്ങൾ ഇങ്ങനെ അപരിചിതരായി പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ രണ്ട് വീട്ടുകാർക്കും അറിയില്ല, അതുറപ്പാ. അവർക്കിപ്പോഴും നിങ്ങൾ ആ പഴയ ജെനിയും ശിവയും തന്നെയാണ്. ശരിക്കും നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായേ? ഇത് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ടു. വേണേൽ ഇനിയും നിനക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഒരു കാര്യം എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇപ്പൊ കുറച്ചായി നീ വിഷമിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്നത്, ഇതൊക്കെ ജെനി വന്നതിന് ശേഷം മാത്രമാണ്. ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആ പഴയ ജിത്തുവിനെ മതി. പ്ലീസ്, എന്തായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ട്രസ്റ്റ് മീ. നീ വന്നേ.
എനിക്കിത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല സേറ. നിന്നോട് ഇതൊക്കെ ഇനിയും പറയാതിരുന്ന ശരിയാകില്ലെന്ന് തോന്നുന്നു. ഈ ലോകത്തില് എന്നെ ശിവാന്ന് വിളിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അതെന്റെ ജനിക്ക് മാത്രം.